ഗായ്സ് ആൽബിയാണ്. നമ്മളിന്ന് ഒരു പുൽക്കൂട് കാണാൻ പോകാൻ കേട്ടോ. ക്രിസ്മസ് കഴിഞ്ഞിട്ട് പുൽക്കൂട് വീഡിയോ ഉണ്ടെന്ന് ഞാനായിരിക്കും. പക്ഷേ ഈ വീഡിയോ ഇടാനൊരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഒരുത്തനുണ്ട് അശ്വിൻ എന്ന് പറഞ്ഞിട്ട്. അവൻ നമ്മുടെ പുൽക്കൂട് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് എൻ്റെ വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നില്ലേ. നമ്മുടെ സ്നേഹത്തോടെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റും. നമ്മൾ അപ്പം തന്നെ പോയില്ലേ. പിറ്റേ ദിവസം രാവിലെ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് വിറ്റ്. പക്ഷെ ഞങ്ങൾ പുൽക്കൂട് കണ്ടു കേട്ടോ. പുൽക്കൂട് അവൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ പുൽക്കൂട് കണ്ടോ? ഈ പുൽക്കൂട് അവനീനും പിന്നെ രണ്ട് കൂട്ടുകാരും കൂടി ചെയ്തു എന്നാണ് പറയണത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. തള്ളിയതാണ് സാധനം. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിണ്ടേ. പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അമ്മാര് പെർഫെക്ഷൻ ആണ്. നോക്കുന്നത് കാളവണ്ടി, ചൂല്, ജലചക്രം, പിന്നെ റോട്ടില് നോക്കിട്ടോ വഴി നീള പോസ്റ്റും കാലാണ്. പോസ്റ്റ് കാലം ലൈറ്റ് റാന്തല വിളക്കാട്ടോ. അത് നൈസായിട്ട് നമുക്കൊന്നും പറ്റില്ലാട്ടാ. എനിക്കൊന്നും ഇത്ര ക്ഷമയില്ലേ. ഈ കൊട്ടാരൊക്കെ നോക്ക് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ. അവന്റെ പുൽക്കൂടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് എനിക്ക്. നോക്കുന്നത് വല്ല ജലചക്രം, പാലം, ആ പായൽ വരെ നോക്ക് പെർഫെക്ഷൻ ആണ്. കൊള്ളാട കൂട്ട. പിന്നെ നിങ്ങൾ മല നോക്ക്, മല നിറച്ച് തുരങ്കം, ഗുഹകളാണെന്ന് തോന്നുന്നുണ്ടാ. എനിക്ക് വലിയ ഐഡിയ ഇല്ല. എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കി ശീലമില്ല. നമ്മള് പണ്ട് ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇമാതിരി സാധനം ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ പുൽക്കൂട് ആദ്യം സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ടവർ പോലത്തെ ഒരു സാധനം വീണെടുക്കണം. അവനത് കടലാസ് പെട്ടിയാണ് ഉണ്ടാക്കിയാണ്. അപ്പൊ അത് പെട്ടെന്ന് ഈ കാറ്റത്ത് വീണത്. ഇത് നോക്ക് ചന്തയൊക്കെ സംഭവം കൊള്ളാടാ. മൊത്തത്തിൽ അടിപൊളി കേട്ടോ. ചെക്കന് 3rd പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞ പള്ളിന്ന്. പക്ഷെ സാധനം ഫസ്റ്റിനുള്ള മുതലുണ്ട് കേട്ടോ. പുൽക്കൂട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് വെച്ചാൽ പറഞ്ഞോട്ടോ. അപ്പൊ ഓക്കെ ബൈ.